ടിക്കറ്റ് ഫിനാലെ ടാസ്ക് 7 നമ്മൾ പറഞ്ഞതുപോലെ തന്നെയാണ്. എൻഡൂറൻസ് ടാസ്ക് ആയിട്ട് 1 മണിക്കൂർ നീണ്ട് മുന്നിട്ട് പോയി സായി ഫസ്റ്റ് റൗണ്ടിൽ ഔട്ടായിരിക്കുകയാണ്. നോറ കുതിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ്. നോറ മിക്കവാറും കൂടുതൽ പോയിന്റ് കരസ്ഥമാക്കാൻ സാധ്യതയുണ്ട്. നിലവിലെ കണ്ടീഷൻ അനുസരിച്ച് അങ്ങോട്ട് പോകുമ്പോൾ മാറുമോ എന്നറിയത്തില്ല. രണ്ടാമത് നന്ദന കയറിയിരിക്കുകയാണ്. ഇത് ഇത്തിരി കടുകട്ടിയുള്ള എൻഡ്യൂറൻസ് ടാസ്ക് ആണ്. കാരണം മാക്സിമം സമയം ഇവർ നിൽക്കുന്നതിനനുസരിച്ച് ലൈവ് ബോറായിക്കൊണ്ടിരിക്കും. ഈ സംഭവം തന്നെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കും. നമ്മൾ ഇന്നലെ പറഞ്ഞ സെയിം സാധനം തന്നെയാണ് ടാസ്ക്. മലയാളം സീസൺ 4 ഇതിൻ്റെ വേറൊരു വെർഷൻ വന്നിട്ടുണ്ട്. തമിഴ് സീസൺ 7 ഇത്തിരി കട്ടിയായിട്ട് ഈ സാധനം വന്നിട്ടുണ്ട്. എന്താണ് ലൈവിൽ നടക്കുന്നത്? നോറ കളിച്ച് മുന്നേറി പോകുന്നുണ്ട്. സായും സൂപ്പറായിട്ട് കളിച്ച് 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഔട്ടായി. ലൈവിൽ നടക്കുന്ന കാര്യങ്ങൾ പറയാം. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ ആം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് എന്തായാലും ചെയ്യണം. അപ്പോൾ ടിക്കറ്റ് ഫിനാലെ ടാസ്ക് 7 ചവിട്ട് നാടകം. ആക്ടിവിറ്റി ഏരിയയിൽ വരിക. ഒരു റൗണ്ടിൽ 2 പേരാണ് മത്സരിക്കേണ്ടത്. 2 പേർക്ക് ഒരേ സമയം മത്സരിക്കാം. പടികളോട് കൂടിയ സ്റ്റാൻഡ് ഉണ്ടായിരിക്കും. ആ പടികളിൽ കയറി നിൽക്കുമ്പോൾ ഒരു സീസോ ഉണ്ടാകും. സീസോയുടെ ഒരറ്റത്ത് ഫ്ലവർ വൈസ് ആരെങ്കിലും വെച്ചു കൊടുക്കുക. അപ്പോൾ സീസോയുടെ മറു അറ്റത്ത് ഒരു കാൽ കൊണ്ട് ഒരു കണ്ടസ്റ്റന്റ് ചവിട്ടുക. എന്നിട്ട് ഫ്ലവർ വൈസ് വെച്ച ആൾ കൈയെടുക്കുക. ഒരേ സമയം ഇത് ബാലൻസ് ചെയ്യുക. ഫ്ലവർ വൈസ് താഴെ വീണ് കഴിഞ്ഞാൽ ഔട്ടാണ്. മാക്സിമം സമയം ആരാണോ ബാലൻസ് ചെയ്ത് ഹോൾഡ് ചെയ്ത് നിർത്തുന്നത് അവരാണ് ഈ ടാസ്കിലെ വിജയ്. ഇതൊരു എൻഡൂറൻസ് ടാസ്ക് ആണ്. ഫ്ലവർ വൈസ് താഴെ വീണ് കഴിഞ്ഞാൽ ഔട്ടാകും എന്ന് പറയുന്നു. എല്ലാവരും ആക്ടിവിറ്റി ഏരിയയിലുണ്ട്. ആദ്യത്തെ റൗണ്ടിൽ മത്സരിക്കുന്നത് സായിയും നോറയാണ്. സിജോ നോറയ്ക്ക് ഫ്ലവർ വൈസ് വയ്ക്കുന്നു. അഭിഷേക് സായിക്ക് ഫ്ലവർ വൈസ് വയ്ക്കുന്നു. അവർ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവിടെ ഇരിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. ബാക്കിയുള്ളവർ അവരുമായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് എൻജോയ് ചെയ്ത് 1 മണിക്കൂർ പുഷ്പം പോലെ കൊണ്ടുപോകുന്നു. ഈ പുഷ്പം പോലെ കൊണ്ടുപോകുന്നതിനിടയിൽ കൂടെ കാലൊക്കെ വേദനിക്കുമ്പോൾ ഇങ്ങനെ മുട്ട് മടക്കുന്നുണ്ട്, ഇങ്ങനെ പൊക്കുന്നുണ്ട്, ഇതാക്കുന്നുണ്ട്. അവസാനം 1 മണിക്കൂർ ഏതാണ്ട് ഒരു 20-30 മിനിറ്റ് ആകുമ്പോൾ ബിഗ് ബോസ് പറയുന്നുണ്ട്. ബിഗ് ബോസ് നോക്കുമ്പോൾ ഔട്ടാവണില്ല. പക്ഷേ ഇവരിപ്പോൾ കളഞ്ഞിട്ട് പോകുമെന്ന് കരുതിയാണ് ഇരുന്നത്. പക്ഷേ ഇവർ കളയാനില്ല. ബിഗ് ബോസ് ആണ് ഇനി കാലനക്കാൻ പറ്റത്തില്ല, ലെവലിൽ ബാലൻസ് ചെയ്യാനേ പറ്റുള്ളൂ എന്ന് പറയുകയാണ്. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാലിൽ മസിൽ പിടിക്കും. നമുക്ക് നിൽക്കുമ്പോൾ കാല് കഴിക്കും. പിന്നെ ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാവും ഈ ടാസ്കിൽ. പക്ഷെ തമിഴ് സീസൺ 7 ഈ ടാസ്ക് കൊടുത്തത് ഒരേ സമയം നമ്മളത് ബാലൻസും ചെയ്യണമായിരുന്നു. ഈ സ്റ്റെപ്പുകളൊന്നുമില്ല. താഴെ നിന്നുകൊണ്ട് ബാലൻസ് ചെയ്യണം. സീസോടെ ഈ അറ്റം ഉറപ്പായിട്ടും നമ്മുടെ ഇപ്പോൾ കൊടുത്തിരിക്കുന്ന വെച്ചിട്ട് താഴെ തട്ടത്തില്ല. തമിഴിൽ അങ്ങനെ അല്ലായിരുന്നു. താഴെ തട്ടും. കാരണം ഈ സ്റ്റെപ്പൊന്നുമില്ല. മാത്രമല്ല നമ്മുടെ ബ്ലോക്കുകൾ ഇത് സ്റ്റിക്ക് ഉപയോഗിച്ച് എടുത്ത് അടുക്കി ഒന്നിന് മുകളിൽ 5 എണ്ണം അടുക്കി മാക്സിമം നിർത്തുകയും വേണമായിരുന്നു. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ മലയാളം സീസൺ 4 നമുക്കിതിനെ കമ്പയർ ചെയ്യാം. സീസൺ 4 ഒരു കുടം ഒരറ്റത്ത് വെച്ചിട്ട് ഗാർഡൻ ഏരിയയിൽ നമ്മൾ ചവിട്ടി പിടിക്കുന്ന ഒരു ടാസ്ക് ഉണ്ടായിരുന്നു. അതും താഴെ തട്ടാൻ പാടില്ല എന്നുള്ളതാണ്. ഇതൊരു കാരണവശാലും താഴെ തട്ടത്തില്ല. ഉറപ്പായിട്ടും താഴെ തട്ടത്തില്ല. കാരണം സ്റ്റെപ്പ് ഇട്ടിട്ടുണ്ട്. മറ്റേ അറ്റത്ത് താഴെ വീഴാതെ നോക്കിയാൽ മതി. താഴെ ഉറപ്പായിട്ടും തട്ടത്തില്ല സാധനം. അങ്ങനെയാണ് ഈ ടാസ്ക്. അങ്ങനെ നോറയും സായും 1 മണിക്കൂർ ടാസ്ക് കഴിയുമ്പോൾ ബിഗ് ബോസ് പറയുന്നുണ്ട് എല്ലാവരും അവരവരുടെ വേലകൾ നോക്കാൻ പറയുന്നു. അങ്ങനെ ഒരു 1 മണിക്കൂറും 10 മിനിറ്റൊക്കെ ആകുമ്പോഴത്തേക്കും സായിക്ക് പറ്റുന്നില്ല. സായി ഇട്ടിട്ട് പോകുന്നുണ്ട്. നന്ദന അടുത്ത റൗണ്ടിന് വേണ്ടിയിട്ട് കയറിയിരിക്കുകയാണ്. ഈ ടാസ്ക് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവാണ്. ഇപ്പോൾ ബോറായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം എൻഡോറൻസ് ടാസ്ക് മണിക്കൂറുകളോളം പോകുന്നതാണ്. കഴിഞ്ഞ തവണ നമ്മൾ കണ്ടതാണ്. പക്ഷേ വന്നപ്പം ഇത്തിരി ബോറായി. നമുക്ക് നോക്കാം. കാരണം 10 പേര് മത്സരിക്കാൻ കിടക്കുകയാണ്. ഒരാളുടെ മത്സരമേ കഴിഞ്ഞിട്ടുള്ളൂ. രണ്ടാമത് നന്ദന കയറിയിട്ടേ ഉള്ളൂ. നോറയാണെങ്കിൽ ഓൾറെഡി മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്. നോക്കാം നമുക്ക് എന്താണ് ലൈവിൽ നടക്കുന്നതെന്ന് ഒരു പിടിയുമില്ല. ഞാൻ അറിഞ്ഞിട്ടില്ല ഏറ്റവും കൂടുതൽ പോയിന്റ്സ് ആർക്കാണെന്ന്. അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. അടുത്ത വിശേഷമായിട്ട് വരാം. ലൈവ് അപ്ഡേറ്റുമായിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.